ഇന്ന് നമ്മൾ ഗോതമ്പ് മാവ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 തരം ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക. ഇത് 3 തരം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തവി കൊണ്ട് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ദോശയുടെ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഉപ്പ് എല്ലാം ചേർത്ത് മാവ് തയ്യാറാക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിന് ശേഷം എണ്ണ ചേർക്കേണ്ടതില്ല. ഇത് നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ഗോതമ്പ് മാവ് നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കനം കുറഞ്ഞ് പരത്തിയെടുക്കണം. അതിൻ്റെ ദോശയുടെ മുകൾ ഭാഗത്തേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി വേവിക്കുക. ഇവിടെ സാദാ ദോശ നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാവരും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഗോതമ്പ് ദോശയായിരിക്കും. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും. ഇതേ മാവ് വെച്ച് തന്നെ നമുക്ക് മറ്റൊരു ദോശ കൂടി ഉണ്ടാക്കി നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മാവ് പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം നേർപ്പിച്ച് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തേക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് വെച്ച് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയും മാത്രമായിട്ട് മിക്സ് ചെയ്തതാണിത്, വേറൊന്നും ചേർത്തിട്ടില്ല. ദോശ വെന്തതിന് ശേഷം നമുക്കിത് മടക്കി എടുക്കാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ് ഇങ്ങനെയാക്കുന്ന ഗോതമ്പ് ദോശ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് മാവിലോട്ട് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് സവാള, അതുപോലെ പച്ചമുളക് ഇവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നേരത്തെ എടുത്ത അതേ മാവ് തന്നെയാണ് ദോശക്കല്ലിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇച്ചിരി കട്ടിയിലായിരിക്കും ഉണ്ടാവുന്നത്, ശ്രദ്ധിച്ച് പരത്തുക. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മറിച്ചിട്ട് വേവിക്കുക. അതിനകത്തുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇച്ചിരി വേവേണ്ടത് കൊണ്ട് നമ്മളൊന്നത് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൂന്നാമത്തെ ദോശയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കടലക്കറി അതുപോലെ ഗ്രീൻ പീസ് കറിൻ്റെയും കൂടെ ഈ ദോശ. അങ്ങനെ ഗോതമ്പ് മാവ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 തരം ദോശ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ.